പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഈ ലോകത്ത് കോടിക്കണക്കിന് ആളുകൾ ഉണ്ടായിട്ടും നിങ്ങൾക്ക് മാത്രം ചില പ്രത്യേക കാര്യങ്ങൾ അനുഭവപ്പെടുന്നത് എന്ന്? എവിടെ നോക്കിയാലും ചില നിഗൂഢമായ അക്കങ്ങൾ നിങ്ങളെ പിന്തുടരുന്നു. ശരീരത്തിൽ വിശദീകരിക്കാനാകാത്ത ഊർജ്ജമാറ്റങ്ങൾ അനുഭവപ്പെടുന്നു. പെട്ടെന്നൊരു ദിവസം നിങ്ങൾ പണ്ട് ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളോടൊക്കെ ഒരു മടുപ്പ് തോന്നുന്നു. ഇതൊന്നും നിങ്ങളുടെ മനസ്സിന്റെ തോന്നലല്ല, ഇതൊരു യൂണിവേഴ്സൽ പിങ്ങും ആണ്. റേഡിയോ സ്റ്റേഷനുകൾ സിഗ്നൽ സ്വീകരിക്കുന്നത് പോലെ നിങ്ങളുടെ ശരീരം പ്രപഞ്ചത്തിന്റെ ഒരു വലിയ ദൗത്യത്തിനായി ട്യൂൺ ചെയ്യപ്പെടുകയാണ്. 2026 ഈ നിർണായകമായ ആത്മീയ മാറ്റത്തിൽ നിങ്ങളെ പ്രപഞ്ചം ഒരു ലൈറ്റ് ബെയറർ ആയി തിരഞ്ഞെടുത്തു എന്നതിന്റെ 6 അപൂർവ സൂചനകൾ എന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നു. സാധാരണമായ ഒരു ജീവിതത്തിൽ നിന്നും മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട ഒരു മഹത്തായ പാതയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണോ? നമുക്ക് പരിശോധിക്കാം. മൈൻഡ് ഗ്ലോയിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതം വെറുമൊരു യാദൃശ്ചികതയല്ല. ചില പ്രത്യേക വ്യക്തികളെ പ്രപഞ്ചം ചില വലിയ കാര്യങ്ങൾക്കായി മുൻകൂട്ടി നിശ്ചയിക്കാറുണ്ട്. നിങ്ങളും അത്തരത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണോ? നമുക്ക് പരിശോധിക്കാം. പ്രപഞ്ചം നിങ്ങളെ ഒരു ദൗത്യത്തിനായി തിരഞ്ഞെടുക്കുമ്പോൾ അത് കേവലം ഒരു ചിന്തയല്ല, അതൊരു ശാരീരിക മാറ്റം കൂടിയാണ്. തലയുടെ ഉച്ചിയിൽ അനുഭവപ്പെടുന്ന തരിപ്പ് നിങ്ങളുടെ പീനിയൽ ഗ്ലാൻഡിന്റെ ഉണർവിനെ സൂചിപ്പിക്കുന്നു. ഇത് 2026 ഉയർന്ന ഊർജ്ജ തരംഗങ്ങളെ സ്വീകരിക്കാൻ നിങ്ങളുടെ തലച്ചോറിനെ സജ്ജമാക്കുന്ന പ്രക്രിയയാണ്. ശബ്ദങ്ങൾ, വെളിച്ചം, തിരക്കേറിയ സ്ഥലങ്ങൾ എന്നിവയോട് നിങ്ങൾക്ക് പെട്ടെന്ന് അസ്വസ്ഥത തോന്നുന്നുണ്ടോ? ഇത് നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ കൂടുതൽ സൂക്ഷ്മമാകുന്നത് കൊണ്ടാണ്. പ്രപഞ്ചത്തിന്റെ സൂക്ഷ്മമായ സൂചനകൾ തിരിച്ചറിയാൻ ഈ മാറ്റം അത്യാവശ്യമാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് സമയം പഴയതുപോലെ അനുഭവപ്പെടില്ല. സമയം വളരെ വേഗത്തിൽ പോകുന്നു എന്ന തോന്നൽ നിങ്ങൾക്കുണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രപഞ്ചത്തിന്റെ താളത്തിനൊപ്പം സഞ്ചരിക്കുകയാണ് എന്നാണ് അർത്ഥം. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കൃത്യസമയത്ത് അത്ഭുതകരമായ രീതിയിൽ ഒത്തുവരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതിനെയാണ് ഡിവൈൻ ടൈമിംഗ് എന്ന് വിളിക്കുന്നത്. നിങ്ങളുടെ ദൗത്യം ആരംഭിക്കാനുള്ള സമയം അതിക്രമിച്ചു എന്നതിന്റെ സൂചനയാണിത്. നിങ്ങളുടെ ഉറക്കം വെറുമൊരു വിശ്രമമല്ല, അതൊരു ക്ലാസ് മുറി കൂടിയാണ്. വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചോ നിങ്ങൾ ചെയ്യേണ്ട ദൗത്യത്തെക്കുറിച്ചോ വ്യക്തമായ സൂചനകൾ സ്വപ്നങ്ങളിലൂടെ ലഭിക്കുന്നു. സ്വപ്നങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ചിഹ്നങ്ങളും സന്ദേശങ്ങളും കുറിച്ചുവെക്കുക. നിങ്ങളുടെ ദൗത്യത്തിനുള്ള ബ്ലൂ പ്രിന്റ് പലപ്പോഴും ലഭിക്കുന്നത് ഈ അവസ്ഥയിലാണ്. പ്രകൃതിക്കുണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ബാധിക്കുന്നുണ്ടോ? മരങ്ങൾക്കും മൃഗങ്ങൾക്കും ചുറ്റും ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകമായ ഒരു സമാധാനം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭൂമിയുടെ ഊർജ്ജത്തെ സംരക്ഷിക്കാൻ വന്ന ഒരാളാണ്. 2026 ദൗത്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് എർത്ത് ഹീലിംഗ്. കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കം അല്ലെങ്കിൽ മാറ്റം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങളുടെ പഴയ വ്യക്തിത്വം പോയി ഒരു പുതിയ സ്പിരിച്വൽ സെൽഫ് പുറത്തുവരുന്നത് നിങ്ങളുടെ കണ്ണുകളിലൂടെ തിരിച്ചറിയാൻ സാധിക്കും. നിങ്ങളുടെ ചിന്താഗതികളിൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങൾ വെറുമൊരു അറിവല്ല, മറിച്ച് നിങ്ങളുടെ ഉപബോധമനസ് പ്രപഞ്ചത്തിന്റെ പുതിയ ഫ്രീക്വൻസി സ്വീകരിക്കാൻ പാകപ്പെടുന്നതാണ്. പഴയ ശീലങ്ങളും വിശ്വാസങ്ങളും തനിയെ ഇല്ലാതാകുന്നു. ബോബ് പ്രോക്ടർ പറയുന്നതുപോലെ നിങ്ങളുടെ ഉള്ളിലെ പരാതികം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നിങ്ങളെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റുന്നു. സാധാരണ യാദൃശ്ചികതകൾക്കും അപ്പുറം നിങ്ങളുടെ ചിന്തകളും പുറംലോകത്തെ സംഭവങ്ങളും തമ്മിലുള്ള അകലം ഇല്ലാതാകുന്നു.
നിങ്ങൾ ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ നിമിഷം അവരുടെ സന്ദേശം വരികയോ ഒരു പ്രത്യേക അറിവ് വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അത് നിങ്ങളുടെ മുന്നിൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയോ ചെയ്യുന്നു. ഇത് നിങ്ങളുടെ വൈബ്രേഷൻ പ്രപഞ്ചത്തിന്റെ ഫ്രീക്വൻസിയുമായി പൂർണ്ണമായും ഒത്തുപോയി എന്നതിന്റെ തെളിവാണ്. ലോകത്തിന്റെ പ്രവർത്തന രീതിയിൽ ചില അത്ഭുതങ്ങൾ നിങ്ങൾ കാണാൻ തുടങ്ങുന്നു. യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ സംഭവിക്കുന്നത് പ്രപഞ്ചം നിങ്ങളോട് സംവദിക്കുന്നതിന്റെ രീതി. പുസ്തകങ്ങൾ വായിക്കാതെ തന്നെ ചില ആഴമേറിയ സത്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നു. ധ്യാനത്തിനിടയിലോ അല്ലെങ്കിൽ സാധാരണ ജോലികൾക്കിടയിലോ ചില വലിയ ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഡൗൺലോഡ് ചെയ്യപ്പെടുന്നത് പോലെ അനുഭവപ്പെടും. 2026 ദൗത്യത്തിനുള്ള പദ്ധതികൾ പ്രപഞ്ചം നിങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയാണിത്. മുമ്പ് ഒരിക്കലും പഠിച്ചിട്ടില്ലാത്ത പുരാതന വിദ്യകളോ, ഉദാഹരണത്തിന് ചിഹ്നങ്ങൾ, മന്ത്രങ്ങൾ, റേക്കി സിംബലുകൾ നിങ്ങൾക്ക് പരിചിതമായി തോന്നുന്നു. ഇത് നിങ്ങളുടെ ആത്മാവ് മുൻജന്മങ്ങളിൽ കൈമാറി വന്ന അറിവുകളെ ഉണർത്തുന്നതാണ്. നിങ്ങൾ സംസാരിച്ചില്ലെങ്കിൽ പോലും നിങ്ങളുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് ആശ്വാസം നൽകുന്നു. തിരഞ്ഞെടുക്കപ്പെട്ടവർ പലപ്പോഴും ഫ്രീക്വൻസി ആങ്കേഴ്സ് ആയി പ്രവർത്തിക്കുന്നു. അതായത് ഭൂമിയിലെ താഴ്ന്ന ഊർജ്ജത്തെ തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഉയർത്താൻ ഇവർക്ക് സാധിക്കും. നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ പെട്ടെന്ന് മാറാൻ തുടങ്ങുന്നു. ചിലർ നിങ്ങളിൽ നിന്ന് അകന്നുപോകുന്നു, പകരം നിങ്ങളുടെ ദൗത്യത്തിന് സഹായിക്കുന്ന പുതിയ വ്യക്തികൾ ജീവിതത്തിലേക്ക് കടന്നുവരുന്നു. ഇന്നത്തെ ലോകത്ത് പ്രപഞ്ചം നിങ്ങളോട് സംവദിക്കുന്നത് കേവലം പ്രകൃതിയിലൂടെ മാത്രമല്ല, നിങ്ങളുടെ ഡിജിറ്റൽ ഉപകരണങ്ങളിലൂടെ കൂടിയാണ്. നിങ്ങൾ ചിന്തിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായതോ ആയ അറിവുകൾ കൃത്യസമയത്ത് സോഷ്യൽ മീഡിയ ഫീഡുകളിലോ തിരയലുകളിലോ പ്രത്യക്ഷപ്പെടുന്നു. ഇത് വെറുമൊരു അൽഗോരിതം മാജിക്കല്ല, നിങ്ങളുടെ ഊർജ്ജതരംഗങ്ങൾ ഡിജിറ്റൽ ലോകത്തെ വിവരങ്ങളുമായി ക്വാണ്ടം ഇൻഡാങ്കിൾമെന്റ് നടത്തുന്നതാണ്. നിങ്ങൾ തൊടുമ്പോൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അസാധാരണമായി പ്രവർത്തിക്കുകയോ ബാറ്ററികൾ പെട്ടെന്ന് ചാർജ് തീരുകയോ ചെയ്യുന്നത് നിങ്ങളുടെ ശരീരത്തിലെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ദൗത്യത്തിനായി ശക്തിപ്പെടുന്നത് കൊണ്ടാണ്. ഒരു വ്യക്തിയുടെ ശാരീരികമോ മാനസികമോ ആയ ബുദ്ധിമുട്ടുകൾ അവർ പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ കൈകൾക്കോ മനസ്സിനോ തിരിച്ചറിയാൻ സാധിക്കുന്നു. ഇത് നിങ്ങളുടെ ഉള്ളിലെ ഹീലർ ഉണരുന്നതിന്റെ അടയാളമാണ്. ചില നിമിഷങ്ങളിൽ സമയം നിശ്ചലമായതുപോലെ നിങ്ങൾക്ക് അനുഭവപ്പെടും. ഈ നിശബ്ദതയിലാണ് പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ രഹസ്യങ്ങൾ നിങ്ങൾക്ക് വെളിപ്പെടുന്നത്. ദൂരെയുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കോ അല്ലെങ്കിൽ ലോകത്തിന്റെ മറ്റൊരു ഭാഗത്തോ ഉള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ അനുഭവപ്പെടുക, ഉദാഹരണത്തിന് പെട്ടെന്നുണ്ടാകുന്ന ഉത്കണ്ഠയോ സമാധാനമോ. ഇത് നിങ്ങൾ ഗ്ലോബൽ കോൺഷ്യസ്നെസ് മായി ബന്ധിക്കപ്പെട്ടു എന്നതിന്റെ സൂചനയാണ്. 2026 എന്നത് ആത്മീയമായി ഒരു ബ്രിഡ്ജ് ഇയർ ആണ്. പഴയ ലോകത്തെ ചിന്താഗതികളെയും പുതിയ ലോകത്തെ അവബോധത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുക. വെറുമൊരു പ്രസംഗകനാകാതെ കലയിലൂടെയോ എഴുത്തിലൂടെയോ റെഗിയിലൂടെയോ അല്ലെങ്കിൽ ബിസിനസ്സിലൂടെയോ ആത്മീയതയെ പ്രായോഗികമായി നടപ്പിലാക്കുക. 11:11 പുതിയ പോർട്ടലുകൾ തുറക്കപ്പെടുന്നു. 22:22 നിങ്ങളുടെ പാത ശരിയാണ്. 33:33 നിങ്ങളെ ആത്മീയ ഗുരുക്കൾ സംരക്ഷിക്കുന്നു. തുടങ്ങിയവ വെറുമൊരു അക്കങ്ങളല്ല, അവ നിങ്ങളിലേക്കുള്ള സന്ദേശങ്ങളാണ്. വർഷങ്ങളായുള്ള സുഹൃത്തുക്കളുമായി സംസാരിക്കാൻ ഒന്നുമില്ലാത്ത അവസ്ഥ, അവർക്ക് നിങ്ങളുടെ പുതിയ ചിന്താഗതികൾ ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇത് അവരോടുള്ള ദേഷ്യമല്ല, മറിച്ച് നിങ്ങളുടെ വൈബ്രേഷൻ മാറിയതുകൊണ്ടാണ്. പദവികളോടും പണത്തോടുമുള്ള പഴയ ഭ്രമം അവസാനിക്കുന്നു. പകരം എങ്ങനെ ലോകത്തെ സഹായിക്കാം എന്ന ചിന്ത സജീവമാകുന്നു. മറ്റുള്ളവരുടെ ഊർജ്ജത്തിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കാനും നിങ്ങളുടെ ഉള്ളിലെ അറിവുകൾ സ്വീകരിക്കാനും ഏകാന്തത അത്യാവശ്യമാണ്.
കാലയളവിലാണ് നിങ്ങൾ ചെയ്യേണ്ട ദൗത്യത്തെക്കുറിച്ചുള്ള കൃത്യമായ പദ്ധതികൾ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇത് സ്വപ്നങ്ങളിലൂടെയോ ധ്യാനത്തിലൂടെയോ ആകാം. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആ 6 ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സൂക്ഷ്മമായി നിങ്ങളിൽ തന്നെ പരിശോധിക്കുക. ആവർത്തിച്ചുള്ള അക്കങ്ങളും ചിഹ്നങ്ങളും. എവിടെ നോക്കിയാലും ഒരേപോലെയുള്ള അക്കങ്ങൾ കാണുന്നത്, ഉദാഹരണത്തിന് 11 11, 222, 555 വെറുമൊരു യാദൃശ്ചികതയല്ല, പ്രപഞ്ചം നിങ്ങളോട് സംവദിക്കാൻ ശ്രമിക്കുന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്. നിങ്ങളുടെ ചിന്തകളും പ്രവൃത്തികളും ശരിയായ ദിശയിലാണെന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമതായി, ഏകാന്തതയോടുള്ള പ്രിയം. മറ്റുള്ളവരുമായി ഇടപഴകുന്നതിനേക്കാൾ കൂടുതൽ സമയം ഒറ്റയ്ക്ക് ചിലവഴിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇത് നിങ്ങളുടെ ഉള്ളിലെ ഊർജ്ജത്തെ തിരിച്ചറിയാനും പ്രപഞ്ചത്തിൽ നിന്നുള്ള സന്ദേശങ്ങൾ സ്വീകരിക്കാനും നിങ്ങളുടെ മനസ്സ് നിങ്ങളെ പാകപ്പെടുത്തുന്നതാണ്. ഒരു വലിയ ദൗത്യത്തിന് മുന്നോടിയായി ലഭിക്കുന്ന മാനസികമായ ഒരുക്കമാണിത്. മൂന്നാമതായി, കഠിനമായ ജീവിത പരീക്ഷണങ്ങൾ. തിരഞ്ഞെടുക്കപ്പെട്ടവർ പലപ്പോഴും കഠിനമായ പ്രതിസന്ധികളിലൂടെ കടന്നുപോകാറുണ്ട്. ഈ വെല്ലുവിളികൾ നിങ്ങളെ തകർക്കാനല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ കരുത്ത് വർദ്ധിപ്പിക്കാനും മറ്റുള്ളവർക്ക് വഴികാട്ടിയാകാൻ നിങ്ങളെ പ്രാപ്തനാക്കാനുമാണ്. ഏറ്റവും കഠിനമായ പോരാട്ടങ്ങൾ ഏറ്റവും മികച്ച പോരാളികൾക്കുള്ളതാണ്. നാലാമതായി, അതിശക്തമായ ഉൾപ്രേരണ. യുക്തിക്ക് നിരക്കാത്തതാണെങ്കിൽ പോലും ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളുടെ മനസ്സ് ശക്തമായി ആവശ്യപ്പെടാറുണ്ടോ? നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അല്ലെങ്കിൽ ആറാമത്തെ ഇന്ദ്രിയം വളരെ സജീവമാണെങ്കിൽ അത് പ്രപഞ്ചത്തിന്റെ ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നതിന്റെ അടയാളമാണ്. അഞ്ചാമതായി, സഹായിക്കാനുള്ള തീവ്രമായ ആഗ്രഹം. ലോകത്ത് മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നും മറ്റുള്ളവരുടെ വേദനകൾ കുറയ്ക്കണമെന്നുമുള്ള ആഗ്രഹം നിങ്ങളെ വേട്ടയാടാറുണ്ടോ? ഒരു സാധാരണ ജീവിതത്തെക്കാൾ ഉപരിയായി സമൂഹത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന തോന്നൽ നിങ്ങൾ ഒരു ലൈറ്റ് വർക്കർ ആണെന്നതിന്റെ തെളിവാണ്. അസാധാരണമായ ദാഹം അല്ലെങ്കിൽ ഉപ്പ് അടങ്ങിയ ഭക്ഷണത്തോടുള്ള കൊതി തോന്നുന്നുണ്ടോ? ശരീരത്തിലെ കോശങ്ങൾ പ്രപഞ്ചത്തിൽ നിന്നുള്ള പുതിയ ഡാറ്റ ശേഖരിക്കുമ്പോൾ ഉണ്ടാകുന്ന കെമിക്കൽ മാറ്റമാണിത്. നിങ്ങളുടെ ശബ്ദം കൂടുതൽ ഗാംഭീര്യമുള്ളതോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പെട്ടെന്ന് സ്വാധീനിക്കുന്നതോ ആയി മാറുന്നു. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അപ്പടി സംഭവിക്കുകയോ നിങ്ങളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ മറ്റുള്ളവർക്ക് സമാധാനം അനുഭവപ്പെടുകയോ ചെയ്യുന്നു. ഇത് നിങ്ങളുടെ ത്രോട്ട് ചക്ര പ്രപഞ്ചത്തിന്റെ സത്യങ്ങൾ വിളിച്ചു പറയാൻ സജ്ജമാകുന്നതാണ്. അപരിചിതരായ മൃഗങ്ങൾ അല്ലെങ്കിൽ പക്ഷികൾ ഭയമില്ലാതെ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുകയോ നിങ്ങളെ തുറച്ചു നോക്കുകയോ ചെയ്യുന്നു. നിങ്ങൾ ഒരു ലൈറ്റ് വർക്കർ ആണെന്ന് അവയുടെ സഹജവാസന തിരിച്ചറിയുന്നു. നിങ്ങൾ നടന്നു പോകുമ്പോൾ ചെടികൾ കൂടുതൽ ഉന്മേഷത്തോടെ കാണപ്പെടുന്നതും ഇതിന്റെ ലക്ഷണമാണ്. ആറാമതായി, തനിമ നിലനിർത്താനുള്ള പ്രവണത. നിങ്ങൾ ഒരിക്കലും ഒരു ആൾക്കൂട്ടത്തിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നില്ലായിരിക്കാം. മറ്റുള്ളവരുടെ ചിന്താഗതികളിൽ നിന്നും വേറിട്ട് നടക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ പുതിയൊരു പാത വെട്ടിത്തെളിക്കാൻ വന്നവനാണ് എന്നാണ്. ഈ സൂചനകൾ നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ സാധാരണക്കാരനല്ല, നിങ്ങളുടെ ഉള്ളിലെ ആ പ്രത്യേക കഴിവിനെ തിരിച്ചറിയുക. പ്രപഞ്ചം നിങ്ങളെ നയിക്കുന്നുണ്ട്, ആ ദൗത്യം പൂർത്തിയാക്കാൻ നിങ്ങൾ സജ്ജനാകുക.
പ്രിയപ്പെട്ടവരെ, ഈ സൂചനകൾ നിങ്ങളിൽ പ്രകടമാണെങ്കിൽ അതിനർത്ഥം പ്രപഞ്ചം നിങ്ങളെ വെറുമൊരു കാഴ്ചക്കാരനായിട്ടല്ല, മറിച്ച് ഒരു മാറ്റത്തിന്റെ ശില്പി ആയിട്ടാണ് തിരഞ്ഞെടുത്തത് എന്നാണ്. ഈ മാറ്റങ്ങൾ ചിലപ്പോൾ നിങ്ങളെ ഭയപ്പെടുത്തിയേക്കാം, ഒറ്റപ്പെടുത്തിയേക്കാം. പക്ഷേ ഓർക്കുക, ഒരു വിത്ത് മണ്ണിൽ കിടന്നു പൊട്ടുമ്പോൾ അത് നശിക്കുകയല്ല, മറിച്ച് ഒരു വലിയ വൃക്ഷമായി മാറുകയാണ്. നിങ്ങൾ ഇപ്പോൾ ആ പരിവർത്തനത്തിന്റെ ഘട്ടത്തിലാണ്. പഴയ ഭയങ്ങളെ ഉപേക്ഷിക്കൂ. പ്രപഞ്ചം നൽകുന്ന ഈ ഉയർന്ന ഊർജ്ജത്തെ ഹൃദയപൂർവ്വം സ്വീകരിക്കൂ. ലോകത്തിന് ഇപ്പോൾ ആവശ്യം നിങ്ങളെപ്പോലെയുള്ള പ്രകാശവാഹകരെയാണ്. നിങ്ങൾ തനിച്ചല്ല, നമ്മൾ ഒരുമിച്ച് ഈ പുതിയ യുഗത്തിലേക്ക് ചുവടുവെക്കുന്നു. ഈ 6 സൂചനകളിൽ എത്രയെണ്ണം നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്? നിങ്ങളുടെ അനുഭവം താഴെ കമന്റ് ചെയ്യൂ. അത് മറ്റുള്ളവർക്കും ഒരു പ്രചോദനമാകും. താങ്ക് യു ഗോഡ്, താങ്ക് യു ഓൾ.